അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ്, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരണവന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരത്തെ മമ്പുറന്തങ്ങളുടെ ഓരത്ത് വന്ന് മമ്പുറന്തങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് പറയുക എന്നുള്ള ഉത്സാഹത്തിലും സന്തോഷത്തിലുമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ മുമ്പുള്ള പ്രഭാഷകർ മമ്പുറന്തങ്ങളുടെ ജീവിത കാലഘട്ടത്തെപ്പറ്റിയും മലബാറിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ പോരാട്ടങ്ങളെപ്പറ്റിയും ചൈതന്യത്തെപ്പറ്റിയൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മമ്പുറന്തങ്ങളുടെ സാമൂഹിക സ്വാധീനം എന്ന വിഷയത്തിൽ ഊന്നിയിട്ടാണ്. ഈ അടുത്ത കാലത്തായി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആധുനികതയെ പുനർവായിക്കണമെന്നും പുനർചിന്തിക്കണമെന്നും അതിൻ്റെ അന്വേഷണത്തിലായി ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഭാഗമായിട്ട് മമ്പുറന്തങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനുള്ള ഒരവസരം മലബാറിൻ്റെ സാമൂഹിക ചരിത്രത്തെ മലബാറിന് പുറത്ത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് എങ്ങനെ വായിക്കണമെന്നും അതിൻ്റെ സമകാലിക പ്രാധാന്യം എന്താണെന്നും ചിന്തിക്കാനാണ് ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. 1830-കൾ മുതൽ മമ്പുറന്തങ്ങളെക്കുറിച്ച് പല പരാമർശങ്ങളും ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷ് ഇതര റെക്കോർഡുകളിലും പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള എഴുത്തുകളെയും അധിനിവേശ പോരാളികൾ എഴുതിയ എഴുത്തുകളെയും ഇവിടുത്തെ മൗലിദുകളെയും ഒക്കെ നാം ആസ്പദമാക്കി മമ്പുറന്തങ്ങളെ പുനർവിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് ഈ ചരിത്രങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. പ്രസിദ്ധ ചരിത്രകാരനായ രണജിത് ഗുഹ പറയുന്നത് പോലെ ഈ 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും ചരിത്ര രചനകളെ, അന്നത്തെ എഴുത്തു രീതികളെ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി റൈറ്റിങ്സ് എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. ഈ പ്രൈമറി നമ്മൾ പ്രാഥമികം എന്നൊക്കെ പറയില്ലേ, പ്രൈമറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം നടത്തുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളോടും പ്രതിഭാസങ്ങളോടും നേരിട്ട് ഇടപെട്ടുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള രേഖകളെയും വസ്തുതകളെയുമാണ് പ്രൈമറി റൈറ്റിങ്സ് എന്ന് പറയുന്നത്. അതിൽ ഉണ്ടാവുക ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളായതോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞതോ, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകേണ്ടതോ ആയിട്ടുള്ള ആളുകൾ എഴുതുന്ന രേഖകൾക്കാണ് പ്രൈമറി റൈറ്റിങ്സ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി റൈറ്റിങ്സ് എഴുതുന്നത് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകുത്തുകൾ മലബാറിലുണ്ട്. ഇവിടെ ഇന്ന സ്ഥലത്ത് കലാപം നടക്കുന്നു എന്നും അവിടെ മാപ്പിളമാർ കത്തി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അക്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഇവിടെ ആരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് എന്നും ഇതൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ എഴുതപ്പെട്ടതായിട്ട് കാണാം. ഇതിനാണ് പ്രൈമറി റൈറ്റിങ്സ് എന്ന് രണജിത് ഗുഹ വിളിക്കുന്നത്. ഇതിന് രണ്ടാമതായിട്ട് സെക്കൻഡറി റൈറ്റിങ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള എഴുത്തുകുത്തുകളും ആ കാലത്തുണ്ട്. ആ എഴുത്തുകുത്തുകളുടെ ഒരു സവിശേഷത, നടക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിനെ പുനരാഖ്യാനം ചെയ്യുന്നതിന് വേണ്ടിയും പുനർവിചിന്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എഴുതപ്പെടുന്ന എഴുത്തുകളാണ്. അതിനെ നമുക്ക് സെക്കൻഡറി റൈറ്റിങ്സ് എന്ന് വിളിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം വില്യം ലോഗന്റെ മലബാർ മാനുവൽ, CANS മലബാർ ഗസറ്റിയർ, പിന്നെ ഒരുപാട് മലബാറിന്റെ ചരിത്രത്തിൽ ഒരുപാട് കമ്മീഷനുകളും റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ റൈറ്റിങ്ങുകളൊക്കെ നമുക്ക് സെക്കൻഡറി റൈറ്റിങ്സ് എന്ന് വിളിക്കാം.
ഇതൊക്കെ എഴുതപ്പെടുന്നത് മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറയുന്നുണ്ട്, ഞാൻ ഇത് എഴുതുന്നത് പിൽക്കാല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും പൊതുവായിട്ടുള്ള ജനങ്ങൾക്കും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകൾ മനസ്സിലാക്കാനും അതിന് തക്കവണ്ണം ഇവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എഴുത്തുകൾ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് എഴുത്തുകൾക്ക് പുറമെ ടേർഷ്യറി റൈറ്റിങ്സ് എന്ന് പറയുന്ന ഒരു തരം എഴുത്തുകുത്തുകൾ കൂടി കാണാം. അത് എൻ്റെ മുമ്പിൽ സംസാരിച്ച പ്രൊഫസർ രാജേഷ് സാറൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക വശങ്ങളെ മുൻനിർത്തി ദേശീയ ബോധത്താലോ അല്ലെങ്കിൽ ഇവിടെ പ്രധാനമായി നിന്നിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് ചിന്താഗതിയിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള അന്വേഷണ ചരിത്രങ്ങളെ നമുക്ക് ടേർഷ്യറി റൈറ്റിങ്സ് എന്ന് വിളിക്കാം. ഇത്തരം മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരുപാട് ഈ മൂന്ന് ഗണത്തിലും പെടുന്ന ഒരുപാട് എഴുത്തുകളും രചനകളും ഉണ്ടാകുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് മമ്പുറന്തങ്ങളെ കാണണം. നമ്മൾ കാണുന്ന മമ്പുറന്തങ്ങൾ ഇവിടുത്തെ കലാപകാരികളെ സ്വാധീനിക്കുന്ന ഒരാളായിട്ടാണ് നാം കാണുന്നത്. മമ്പുറന്തങ്ങൾ നേരിട്ട് ഏതെങ്കിലും കലാപങ്ങളിനെ പങ്കെടുത്തതായിട്ട് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തുന്നില്ല. മറിച്ച് മമ്പുറന്തങ്ങളെ സന്ദർശിക്കാൻ വരുന്നു കലാപകാരികൾ, മമ്പുറന്തങ്ങളെ ഇരുത്തുന്ന ആശീർവാദം വാങ്ങുന്നു കലാപകാരികൾ, മമ്പുറന്തങ്ങളെ കലാപശേഷം ഇവിടത്തെ ഖബറിൽ വന്നിട്ട് ദുആ ചെയ്യുന്നു. അതിനുശേഷം അവർ ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനയിലേക്ക് എടുത്തു ചാടുന്നു. ഇത്തരത്തിലുള്ള എഴുത്തുകുത്തുകൾ മമ്പുറന്തങ്ങളെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് 19-ാം നൂറ്റാണ്ടിലൊക്കെ കാണാം. ഈ എഴുത്തുകുത്തുകളിലൊക്കെ മലബാറിലെ മാപ്പിളമാരെയും പൊതുവെ മമ്പുറന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മലബാറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ തെക്കേ മലബാർ വേർതിരിച്ചെന്നെ പറയേണ്ട ഒരു പ്രാധാന്യമുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹിക ആധ്യാത്മിക രാഷ്ട്രീയ വ്യവസ്ഥിതിയെ പുനരന്വേഷിച്ചാലും പുനർവിചിന്തനം നടത്തിയാലും മാത്രമേ മമ്പുറന്തങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ബ്രിട്ടീഷുകാരുടെ ഈ പറഞ്ഞ 3 തരത്തിലുള്ള എഴുത്തുകളിലും ഇവിടുത്തെ പൊതു ജനങ്ങളെ പ്രത്യേകിച്ചും മാപ്പിളമാരെ വിലയിരുത്തുന്നത് അവർ ഫനറ്റിക്കാണ്, റിലീജിയസ് ഫ്രെൻസിയുള്ള ആളുകളാണ്, വിവരമില്ലാത്ത ആളുകളാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഇത് കലാപം നടക്കുന്നതെന്നാണ് ബ്രിട്ടീഷ് എഴുത്തുകുത്തുകളിലും ഈ സംഗതികളെ ഇവിടെ ഞാൻ പറഞ്ഞ ടേർഷ്യറി റൈറ്റിങ്ങുകളിലൊക്കെ കാണാം. KN പണിക്കരടക്കം ഇത്തരത്തിലുള്ള എഴുത്തുകുത്തുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മമ്പുറന്തങ്ങളെ വായിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പോരാളികൾക്ക് നേരിട്ടല്ലാതെ സ്വാധീനം ചെലുത്തുന്ന, ഇതിൽ ഭാഗഭാക്കാവാത്ത ഒരു തങ്ങളെയാണ്, നേരിട്ട് ഭാഗഭാക്കാവാത്ത ഒരു തങ്ങളെയാണ് ബ്രിട്ടീഷുകാരിലെ ഒരു പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഒരു മമ്പുറന്തങ്ങൾ. ഇതിനപ്പുറത്തുള്ള ഒരു മമ്പുറന്തങ്ങളെയും ബ്രിട്ടീഷ് എഴുത്തുകളിൽ തന്നെ നമുക്ക് കാണാം. അതിന് ഞാൻ ഒറ്റൊരു ഉദാഹരണം പറയാം. 1842 തിരൂരങ്ങാടി ദേശത്ത്, ഈ 1842 മേടം മാസത്തിലാണ് ഈ വിഷയം നടക്കുന്നത്. ഇതിനെപ്പറ്റി വില്യം ലോഗൻ കുറച്ച് വിസ്തരിച്ച് തന്നെ എഴുതുന്നുണ്ട്. ഒരുപാട് ബ്രിട്ടീഷ് റെക്കോർഡുകൾ ഇതിനെപ്പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിനെ തെക്കേ മലബാറിലെ ഹാലിളക്കം എന്നാണ് വിളിച്ചിരുന്നത്. 1842 മേടം മാസത്തിൽ കൊടിങ്ങി ദേശത്തുള്ള അത്തൻകുളി മൊയ്തീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നിസ്കാരവും കട്ടൻ ചായയൊക്കെ കുടിച്ച് അദ്ദേഹത്തിന്റെ വയലിലേക്ക് പോയി. കൃഷി നനയ്ക്കാനാ പോകുന്നത്. ആ കൃഷി നനയ്ക്കാൻ പോയ വയലിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്, ഈ പോയിട്ട് നിസ്കരിച്ച് ഇക്കുറൊക്കെ ചൊല്ലി നടന്നോ എന്ന് അദ്ദേഹത്തിന് ഉപദേശം കിട്ടി. ഉപദേശം കിട്ടിയപ്പോൾ ആളാകെ വളറി പിടിച്ചു. എന്നിട്ട് അദ്ദേഹം മറുപടിയായിട്ട് അയാളോട് പറയാണ്, ഞാൻ ഈ പണിയെടുത്തില്ലെങ്കിൽ
എൻ്റെ വീട് നടക്കൂല, ഇതാണ് എൻ്റെ തൊഴിൽ, ഇതില്ലാതെ എനിക്ക് കൂട്ടി കൊണ്ടുപോകാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം, എൻ്റെ വീട്ടില് തോട്ടത്തില് പനയുണ്ടല്ലോ, ആ പന ചെത്തി അതിൽ ഊറ്റി ചക്കരയാക്കിയിട്ട് വിറ്റാൽ മതി, അതിലൂടെ എൻ്റെ ഉപജീവനം നടത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട് അയാൾ. ഇത് കേട്ടിട്ട് അയാൾക്കൊരു ഹാലാവാണ്. ഈ ഹാല് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ മുമ്പുള്ള പ്രഭാഷകരൊക്കെ ഈ ആധ്യാത്മികതയെ പറ്റി ഒരുപാട് സംസാരിച്ചു. ഈ ഹാല് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂഫി പരിപ്രേക്ഷ്യമാണ്. ഇയാൾക്കൊരു ഹാലായിട്ട് അദ്ദേഹം മമ്പുറം തങ്ങളെയാണ് കാണാൻ വരുന്നത്. 1842 മമ്പുറം തങ്ങൾ മരിക്കുന്നതിൻ്റെ 3 വർഷം മുമ്പ് അല്ലെ 2 വർഷം മുമ്പ് ആണ് സംഭവിക്കുന്നത്. അങ്ങനെ മമ്പുറം തങ്ങളെ കാണാൻ വന്നു. അപ്പം മമ്പുറം തങ്ങൾ മൂപ്പരോട് പറഞ്ഞേ, ഇത് ബേജാറാവണ്ട, ഈ നല്ല വഴി തന്നെയാണ്, ഇത് ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു മൂപ്പര്. അങ്ങനെ മൂപ്പര് തിരിച്ചു പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു തങ്ങളെടുത്തിട്ട്. എന്നിട്ട് പറഞ്ഞു, എന്നെ ആൾക്കാരൊക്കെ കളിയാക്കാണ്, എൻ്റെ ഈ ഹാല് കണ്ടിട്ട് ആൾക്കാരൊക്കെ കളിയാക്കാണ്. അപ്പം മമ്പുറം തങ്ങള് ഈ കുന്തം പോലുള്ള ഒരു എംബ്ലം നൽകിയിട്ട് മൂപ്പരോട് പറഞ്ഞു, ഇഞ്ഞിച്ച് പെയ്ക്കോ, ഞാൻ ആരും കളിയാക്കൂല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരെ തിരിച്ചയക്കുന്നത്. ഈ ഹാലി അളക എന്നുള്ള ഒരു സംഭവം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. 1842 ഈ മൊയ്തീന്റെ പ്രശ്നത്തിന് ശേഷം ഈ തെക്കേ മലബാറിൽ തിരൂരങ്ങാടിയിൽ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് ഹാലുണ്ടാവുന്നതായി. അതില് ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഹാലിളകിയ ആൾക്കാര് കുറെ ആളുകള് വടി പിടിച്ച് നടക്കുക, കത്തി പിടിച്ച് നടക്കുക. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി, ഒരിക്കൊരു നിയമപ്രശ്നമായി മാറി. അപ്പൊ ആ നിയമപ്രശ്നത്തെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, പ്രൈമറി റൈറ്റിങ്സ്, അതാണ് ഓലെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഈ സംഗതികൾ നടക്കുന്ന സമയത്ത് ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു റൂമർ ഉണ്ടാവുന്നുണ്ട്, എന്താ പറയുക, ഒരു കേട്ടുകേൾവി ഉണ്ടാകുന്നു. ആ കേട്ടുകേൾവി വളരെ രസമുള്ള ഒരു കാര്യമാണ്. മമ്പുറം തങ്ങളെ പറ്റി പഠിക്കാം. ആ കേട്ടുകേൾവി പറയുന്നത്, ഹാലിളകിയ ആൾക്കാർ പറയാണ്, മമ്പുറം തങ്ങളുടെ 2 പൂർവികന്മാർ ബ്രിട്ടീഷുകാരോട് പടവെട്ടിയിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഞാൻ ചരിത്രം എന്നുള്ളത് എങ്ങനെ വായിക്കണം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത്. മമ്പുറം തങ്ങളുടെ പൂർവികന്മാർ പടവെട്ടി മരിച്ചതായിട്ട് നമുക്കറിയില്ല. ഇവിടെ ഉള്ള കേട്ടുകേൾവി, മമ്പുറം തങ്ങളുടെ 2 പൂർവികന്മാർ പടവെട്ടി മരിച്ചിട്ടുണ്ട്. ഈ മമ്പുറം തങ്ങൾക്കും ഒരുപാട് വയസ്സായി. അപ്പോൾ ഞങ്ങൾ ഈ ഹാലിളകിയ ആൾക്കാർ 400 പേരാവുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി ഞങ്ങളും തങ്ങളുടെ കൂടെ ഷഹീദാകും എന്നാണ് കേട്ടുകേൾവി. ഇതാണ് ബ്രിട്ടീഷുകാർക്കുള്ള പേടി. ഇതില് പ്രത്യക്ഷപ്പെടുന്ന മമ്പുറം തങ്ങൾ, ഈ മമ്പുറം തങ്ങൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? ഞാൻ പറഞ്ഞു, മമ്പുറം തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നേരിട്ട് സ്വാധീനമില്ല, പടപെട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇത് ഇവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങളോട്, മാപ്പിളമാരോട് നേരിട്ട് ദിനേന ഇടപഴകുന്ന ഒരു തങ്ങളെയാണ് കാണുന്നത്. ഇതിനെ ഒറ്റൊരു ഉദാഹരണം ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളിയിലെ ഇമാമ നിൽക്കുന്ന മൂല്യന്മാരെ ഓലെടുത്ത് നാട്ടുകാരെല്ലാവരും ചെല്ലുമല്ലോ വിഷയങ്ങൾ പറയാൻ, അഭിപ്രായം ചോദിക്കാൻ. ഇതൊക്കെ ഇതായിരുന്നു മമ്പുറം തങ്ങൾ ഇവിടെ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരൊറ്റ ഉദാഹരണം മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ തങ്ങളുടെ ഹിസ്റ്ററിയും മലബാറിൻ്റെ പോരാട്ട ചരിത്രവും അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഗതികൾ പഠിക്കാൻ പറ്റും. ഈ വിഷയത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ മമ്പുറം തങ്ങളെ പറ്റിയുള്ള നമുക്കുള്ള ഒരു ഗാഥ എന്ന് പറയുന്നത്, മമ്പുറം തങ്ങൾ ചെറൂർ പടയിൽ പങ്കെടുത്തു എന്നും തുടക്ക് വെടിയേറ്റ് എന്നും മരിച്ചു എന്നൊക്കെയുള്ള ഒരു ഗാഥ നമുക്കുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ രചനകളിലൊന്നും കാണുന്ന ഗാഥയല്ല. അപ്പോ മമ്പുറം തങ്ങളെ പറ്റി വേറെ ഒരു തരത്തിലുള്ള ചരിത്ര പരിപ്രേക്ഷ്യം മലബാറിലെ മാപ്പിളമാരുടെ ഇടയിൽ നിലനിന്നിട്ടുണ്ട്. അപ്പം മമ്പുറം തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ അന്നത്തെ വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതിന് ശേഷവും ഇതുപോലുള്ള ചരിത്രങ്ങളും. ഞാൻ പറഞ്ഞു, ഈ മമ്പുറം തങ്ങളെ മരണശേഷവും ഒരുപാട് കലാപകാരികൾ ഇവിടെ വന്നിട്ട് ആശീർവാദം വാങ്ങിയിട്ടാണ് ബ്രിട്ടീഷുകാരായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. അത്തരം ചരിത്രങ്ങളും അതിലപ്പുറം
മമ്പുറന്തങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയാലേ മമ്പുറന്തങ്ങളെയും അന്നത്തെ 19-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാമൂഹിക ആധ്യാത്മിക പ്രവർത്തനങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിന് ഒറ്റൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. എൻ്റെ പേര് സെയ്തലവി എന്നാണ്, തങ്ങൾ പാപ്പാൻ്റെ പേരാണ്. എൻ്റെ വീട്, ഞാൻ കുന്നുംപുറത്തുനിന്നാണ് വരുന്നത്. എൻ്റെ വീടിനകത്ത് അടുത്ത് നമ്മൾ എന്താ പറയുക, അയൽവാസികൾ എന്ന് പറയില്ല, 40 വീടുകളെന്ന്. ഈ 40 വീടുകൾ ചുറ്റിനും 10 വീട് 4 ദിശയിലും എടുത്താൽ എനിക്ക് വിരലിൽ എണ്ണാൻ കഴിയുന്ന 7 സെയ്തലവിമാരുണ്ട് അവിടെ. അതാണ് മമ്പുറന്തങ്ങളുടെ എന്താ പറയുക ആഫ്റ്റർ ലൈഫ് എന്ന് പറയും. എൻ്റെ പേരിലൊരു ചരിത്രം കൂടി, അതും കൂടി പറയാം. ഞാൻ ജനിച്ച സമയത്ത് ഉപ്പ ഗൾഫിലായിരുന്നു, ഒമാനിൽ. അപ്പോൾ ഉപ്പ വല്യുപ്പയോട്, ഉമ്മയുടെ ഉപ്പയോട് പറയുന്നുണ്ട്, മകന് പേരിടണം. അത് കത്തിലൂടെയാണോ ഫോണിലൂടെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതൊരു 1989 കാര്യമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും വല്യപ്പനോട് പറഞ്ഞു, പേര് പറഞ്ഞു കൊടുത്തത് ഷാഹിദ് അലി അൽത്താഫ് എന്നാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളിപ്പോൾ പേരിടല്ലേ, അറബി പേരാണല്ലോ, ഷാഹിദ് അലി അൽത്താഫ്. അപ്പം എൻ്റെ വല്യപ്പ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 10-22 കൊല്ലമായി. അപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്നു. ഓഫീസർ ചോദിച്ചു, എന്താ മോൻ്റെ പേരെന്താടണ്ടി? അപ്പോൾ വല്യപ്പ ആകെ വെപ്രാളത്തിലായി. ബാപ്പ പറഞ്ഞു കൊടുത്ത പേര് ഓർമ്മയില്ല. അപ്പോൾ വല്യപ്പ പറഞ്ഞ്, അതിന് ബേജാറാവണ്ട, തങ്ങൾ പാപ്പാൻ്റെ പേരിട്ടാൽ മതി. അങ്ങനെയാണ് എനിക്ക് സീതലവിന്ന് പേരിട്ടത്. ഇതുപോലെ ഇങ്ങനെയാണ് മമ്പുറന്തങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. ഈ ഒരു നമ്മുടെ അനുഭവങ്ങളെ മുൻനിർത്തി മമ്പുറന്തങ്ങളുടെ സാമൂഹിക ഇടപഴകലുകൾ വിപ്ലവ പോരാട്ടത്തിന് പുറത്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് മമ്പുറന്തങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള വായനകൾ മലബാറിൻ്റെ ചരിത്രത്തിൽ അധികം നടന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം മമ്പുറന്തങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തെ പോലും പുനർവായിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രാധാന്യം മമ്പുറന്തങ്ങൾക്കും ഇവിടുത്തെ ചരിത്രത്തിനുമുണ്ട്. 1855 ജാർഖണ്ഡില് ആദിവാസികളുടെ ഇടയിൽ ഒരു സാന്താൾ വിപ്ലവം നടക്കുന്നുണ്ട്. ഈ സാന്താൾ വിപ്ലവത്തെ പറ്റി എഴുതിയിട്ട് രണജിത്ത് ഗുഹ പറയുന്നുണ്ട്. ഈ സാന്താൾ വിപ്ലവത്തിന് ചെറിയൊരു കാര്യം പറയാം. അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആദിവാസികൾക്കിടയിലുള്ള 2 ആളുകൾ, സേതു ആൻഡ് കാനു എന്ന് പറയുന്ന 2 ആളുകൾക്ക് അവരിലേക്ക് അവരുടെ ദൈവമായ താക്കൂർ പ്രത്യക്ഷപ്പെടാം. ആ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു 20 പേജുള്ള ഒരു വൈറ്റ് ബുക്ക് ഓൽക്ക് കൊടുക്കും. എന്നിട്ട് പറയാണ്, ആ ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ്, പിന്നെ അതിൽ നിന്നാണ് പ്രക്ഷോഭങ്ങൾ വരുന്നത്. അതിൽ പറയുന്നത്, ഈ രാജ്യം ഭരിക്കേണ്ടത് താക്കൂറാണ്, ഈ നാട് ഭരിക്കേണ്ടത് താക്കൂറാണ്. നിങ്ങൾ സാന്താളുകൾ, എൻ്റെ അനുയായികൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ബ്രിട്ടീഷുകാരെയും നാട്ടുപ്രമാണികരെയും അടിച്ചോടിക്കുകയും കൊല്ലുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു രാജ്യം താക്കൂറിന് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം എന്നുള്ള ആഹ്വാനമാണ് താക്കൂർ നൽകുന്നത്. അതിലാണ് 5000-ഓളം വരുന്ന സാന്താളുകൾ ബ്രിട്ടീഷുകാരുടെ തോക്കിൻ മുനയിലേക്ക് എടുത്തു ചാടുന്നത്. ഇതിനെപ്പറ്റി പഠിച്ചിട്ട് രണജിത്ത് ഗുഹയും അതുപോലെ ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. ഡേവിഡ് ഹാർഡിമാൻ, പാർത്ഥ ചാറ്റർജി, ഇതുപോലുള്ള ഒരുപാട് ചരിത്രകാരന്മാർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരൊക്കെ പറയുന്നത്, ഇങ്ങനെയുള്ള കലാപങ്ങൾ, 19-ാം നൂറ്റാണ്ടിലെ കലാപങ്ങളൊക്കെ ഒരു റിലീജിയസ് കോൺഷ്യസ്നെസ് മുൻനിർത്തി മനസ്സിലാക്കിയാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇവിടെ എഴുതപ്പെടുന്ന ചരിത്രങ്ങൾ പോസിറ്റിവിസ്റ്റ് യുക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യക്തിത്വ കർത്തൃത്വത്തെ മുൻനിർത്തിയിട്ടുള്ള ആലോചനകളാണ് പൊതുവെ ചരിത്രകാരന്മാർ നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് മാറി അധികാര ബന്ധങ്ങളെയും ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും അതൊരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ചരിത്രത്തെ സമീപിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹിക ആധ്യാത്മിക പോരാട്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഈ സാന്താൾ റിബല്യനെ പറ്റിയും മലബാർ റിബല്യനെ പറ്റി എഴുതിയതുപോലെ ഫനറ്റിസിസം എന്നാണ് അന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലീജിയസ് ഫ്രണ്ട്സി, ഫനറ്റിസിസം, ഇഗ്നറൻസ് എന്നുള്ളതൊക്കെ ബ്രിട്ടീഷുകാർ പൊതുവെ, ചരിത്രകാരന്മാർ പൊതുവെ മതത്തിലധിഷ്ഠിതമായ സാമൂഹിക, രാഷ്ട്രീയ, ആധ്യാത്മിക മുന്നേറ്റങ്ങളെ അരികുവൽക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പരിപ്രേക്ഷ്യമാണ്. അതിനെ പുനർവായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പുരുഷനാണ് മമ്പുറം തങ്ങൾ. എൻ്റെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മമ്പുറത്തങ്ങളെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വേറൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മമ്പുറത്തങ്ങളെ പറ്റി ഒരുപാട് ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വോയിൽ പദവി തന്നെ ഒരു ഗഹനമായ പഠനം മമ്പുറത്തങ്ങളെ പറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ മമ്പുറത്തങ്ങളെ പറ്റി എഴുതപ്പെട്ട ചരിത്രത്തിലൊക്കെ മമ്പുറത്തങ്ങളുടെ കുടുംബവുമായിട്ട് പറയുന്ന ഒരു ചെറിയ പ്രശ്നം അത് അവതരിപ്പിച്ചുകൊണ്ട് നിർത്താം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് മമ്പുറത്തങ്ങൾ 3 കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ കല്യാണം, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഗതികളാണ്. അതിപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. മമ്പുറത്തങ്ങൾ ആദ്യത്തെ കല്യാണം കഴിച്ചത് ഹസൻ ജിഫ്രിയുടെ ഇവിടെ നിന്ന് മമ്പുറം വന്നിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. മാതുലിൻ്റെ മകളെ കല്യാണം കഴിച്ചു. ഈ ചരിത്രത്തിൽ, ഇതിൽ മമ്പുറത്തങ്ങളായിട്ട് എഴുതപ്പെട്ട ചരിത്രത്തിൽ ഫാത്തിമ എന്ന് പറയുന്ന അവരെ കല്യാണം കഴിച്ചു എന്നും അതിൽ 2 മക്കളുണ്ടായി. ആദ്യത്തെ മകളെ പേര് ഷെരീഫ എന്നായിരുന്നു. ആ ഷെരീഫ അകാലത്തിൽ മരണപ്പെട്ടപ്പോൾ 2ാമത്തെ മകളുണ്ടായപ്പോൾ ആ മകൾക്കും ഷെരീഫ എന്ന് പേര് വെച്ചു. ആ മകളെയാണ് പുതിയാപ്പള കോയത്തങ്ങൾ എന്ന് പറയുന്ന കോഴിക്കോട്ടുള്ള സയ്യിദ് അലവി ബിൻ അഹമ്മദ് ജിഫ്രി കല്യാണം കഴിച്ചത് ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ചരിത്രം. ഈ മഹദിയുടെ മരണശേഷം ഈ മഹദിയുടെ മരണശേഷം മമ്പുറത്തങ്ങൾ കൊയിലാണ്ടിയിൽ നിന്നും ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് നമുക്ക് രണ്ടാമതായിട്ട് ഇവിടെ എഴുതപ്പെടുന്ന മമ്പുറത്തങ്ങളെ ചരിത്രത്തെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഉണ്ടായ മകനാണ് സയ്യിദ് ഫളൽ തങ്ങൾ. ഇതാണ് 2ാമത്തെ കല്യാണം. പിന്നെ 3ാമത്തെ കല്യാണമായിട്ട് പറയപ്പെടുന്നത് പൊന്മുണ്ടത്ത് നിന്ന് ആയിഷ എന്ന് പറയുന്ന അവരെ കല്യാണം കഴിച്ചു എന്നും അതിൽ ഫാത്തിമ, സ്വാലിഹ എന്നുള്ള 2 മക്കളുണ്ടായി എന്നൊക്കെയാണ് കെ മുഹമ്മദ് അബ്ദുൽ കരീം മുതൽ ഇവിടെ മലബാറിലെ തങ്ങളെപ്പറ്റി എഴുതപ്പെട്ട ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണ്. അതെല്ലാം അത്തല്ല. എനിക്ക് ഇതിലൊരു ചെറിയൊരു ആശങ്കയുണ്ട്, ഇതിലൊരു ചെറിയൊരു സംശയമുണ്ട്. ആ സംശയത്തിന് ഉള്ളൊരു ഹേതു ഞാൻ പറയാം. ഇത് നമ്മൾ മമ്പുറത്തങ്ങളെ ചരിത്രം പുനർവിചിന്തനം ചെയ്യുമ്പോൾ, പുനരാഖ്യാനം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 1849 മഞ്ചേരിയിൽ വെച്ചൊരു കലാപം നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കലാപമാണ്. അത്തൻകുരിക്കളും സഹപാഠികളും ബ്രിട്ടീഷുകാരുമായി എതിരിട്ട് മരണപ്പെട്ട മഞ്ചേരി കലാപം. ആ മഞ്ചേരി കലാപത്തിൽ മമ്പുറത്തുള്ള ഒരു തങ്ങൾ പങ്കെടുത്തിരുന്നു. ആ തങ്ങളെ പേരാണ് തറമ്മൽ കുഞ്ഞിക്കോയ തങ്ങൾ. ഓക്കെ, ഈ തറമ്മൽ കുഞ്ഞിക്കോയ തങ്ങൾ പങ്കെടുക്കുകയും അതിൽ മരിക്കുകയും ചെയ്യുന്നുണ്ട് ആ കലാപത്തിൽ. അപ്പോൾ ഈ കലാപാനന്തരമുണ്ടായ കോടതി വ്യവഹാരങ്ങളിൽ അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലി സാഹിബിന്റെ മുമ്പിൽ മമ്പുറത്തെ സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നുണ്ട്. 1849 സെപ്റ്റംബർ 21 ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൻ്റെ ഈ തങ്ങളോട്, സയ്യിദ് മുഹമ്മദ് തങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഈ കുഞ്ഞിക്കോയ തങ്ങളെ പറ്റിയ, തറമ്മൽ കുഞ്ഞിക്കോയ തങ്ങളെ പറ്റിയ. അപ്പം മൂപ്പര് പറയാണ്, ഈ കുഞ്ഞിക്കോയ തങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നാടുവിട്ടു പോകും. തലശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും ഒക്കെയാണ് പോവുക. അങ്ങനെ പോയാൽ കുറച്ച് ദിവസം ഒക്കെ കഴിഞ്ഞാൽ, കുറച്ച് മാസമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പൈസ ഒക്കെ ആയിട്ട് മൂപ്പര് തിരിച്ചു വരും. അങ്ങനെയാണ് പൊതുവേ ഉണ്ടാവൽ. ഇപ്രാവശ്യം പോയത് 16-17 മാസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പം ബ്രിട്ടീഷുകാർ മൂപ്പരോട് ചോദിക്കുന്നുണ്ട്, വെറുതെ മക്കൾ നാട് വിട്ടു പോകുന്നില്ലല്ലോ,
നിങ്ങൾ എന്ത് തരത്തിലുള്ള മകനെയാണ് വളർത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മൂപ്പരോട്. അതിന് മൂപ്പര് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് നാട് വിട്ടു പോവുക എന്നുള്ളത് മൂപ്പരുടെ ഒരു സ്വഭാവമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പോയി 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു മകനുണ്ടായി. ആ മകൻ മരിച്ചുപോയി. അപ്പം മകൻ മരണവാർത്ത അറിയിക്കുന്നതിനും അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു കുഞ്ഞിക്കോയ തങ്ങളെപ്പറ്റി. അപ്പം ഞാൻ കേട്ടു മൂപ്പര് കണ്ണൂരിലുണ്ട് എന്ന് കേട്ടു. അങ്ങനെ കണ്ണൂരിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആളെ അയച്ചെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ കുഞ്ഞിക്കോയ തങ്ങളുടെ പഠനത്തെപ്പറ്റി. അതിൽ പറയുന്നത്, കുഞ്ഞിക്കോയ തങ്ങളെ പഠിച്ചു വളർന്നത്, ആദ്യത്തെ വിജ്ഞാനം നുകർന്നത് എൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അതിനുശേഷം ഇവിടെ തറമ്മൽ തങ്ങളെ അടുത്തു നിന്നാണ് പിന്നീട് വിദ്യാഭ്യാസം നേടിയതെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, മമ്പുറം തങ്ങളെ കാലത്ത് തന്നെ ഇവിടെ 2 കുടുംബങ്ങൾ തറമ്മൽ കുടുംബങ്ങളായിട്ട്, തങ്ങൾ കുടുംബങ്ങളായിട്ട് ഇവിടെ നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കുഞ്ഞിക്കോയ തങ്ങൾ ഇവരിൽ നിന്ന് വിദ്യാഭ്യാസം നേടുകയും മമ്പുറം തങ്ങളിൽ നിന്നും പിന്നീട് സയ്യിദ് ഫളൽ തങ്ങളുടെ സഹപാഠിയും സമപ്രായക്കാരനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ വരുന്ന അറബികളിൽ നിന്നൊക്കെ അദ്ദേഹം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഇങ്ങനൊക്കെ ആയിരിക്കെ ഇയാൾ എന്തിനാണ് ഈ കലാപത്തിൽ പങ്കെടുത്തതെന്നാണ്. അല്ല, അദ്ദേഹം പറയുന്നത് കുഞ്ഞിക്കോയ തങ്ങൾ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം സയ്യിദ് ഫളൽ തങ്ങളോട് അടുപ്പക്കാരനായിരുന്നു. ഈ തങ്ങൾ, കുഞ്ഞിക്കോയ തങ്ങൾ അന്ന് മരിക്കുന്ന സമയത്ത് 23 വയസ്സാണ്. ആ 23 വയസ്സിൻ്റെ ഉള്ളിൽ 3 പ്രാവശ്യം മക്കയിലേക്ക് പോകുന്നുണ്ട്, 1 പ്രാവശ്യം ബംഗാളിലേക്ക് പോകുന്നുണ്ട്. അവസാനമായിട്ട് മക്കയിലേക്ക് പോയത് സയ്യിദ് ഫളൽ തങ്ങളുടെ കൂടെയാണ് എന്നും കൂടി ഈ രേഖയിൽ പറയുന്നുണ്ട് ഈ തങ്ങള്. അപ്പൊ ചോദിക്കാണ് മൂപ്പരോട്, നിങ്ങളും സയ്യിദ് ഫളൽ തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. നമുക്ക് മമ്പുറം തങ്ങളുടെ ഈ കുടുംബത്തിന്റെ കാര്യം കൂടി നമുക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മൂപ്പര് പറയുന്നത്, ഞങ്ങളും മമ്പുറം തങ്ങളുടെ കുടുംബവും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. അതിൽ ആദ്യത്തെ ബന്ധം സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ, അതായത് മമ്പുറം തങ്ങളുടെ മാതുലനായ സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങള് കോഴിക്കോട് വന്ന സമയത്ത് കല്യാണം കഴിച്ചത് എൻ്റെ വല്യുപ്പയുടെ പെങ്ങളെയാണ് എന്നാണ് ഈ സയ്യിദ് മുഹമ്മദ് തങ്ങൾ പറയുന്നത്. ഇത് ഏതാണ് തങ്ങൾ കുടുംബം എന്ന് എനിക്കറിയില്ല. ബുഖാരി ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത, എനിക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എൻ്റെ വല്യുപ്പയുടെ പെങ്ങളെയാണ് സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ കല്യാണം കഴിച്ചത് എന്നാണ് ഈ സയ്യിദ് മുഹമ്മദ് തങ്ങൾ പറയുന്നത്. എന്നിട്ട് മമ്പുറം തങ്ങളെ ചരിത്രമാണ് പറയുന്നത്, കുടുംബ ചരിത്രം. അതിൽ പറയുന്നത്, എൻ്റെ ഈ ആദ്യത്തെ ബന്ധത്തിന് ശേഷം മമ്പുറം തങ്ങൾ ഇവിടെ വന്നപ്പോൾ ജിഫ്രി തങ്ങളെ മകളെ കല്യാണം കഴിച്ചു. ഇതാണ് ആദ്യത്തെ കല്യാണം. ഓക്കെ, ഇത് നമ്മൾ കേട്ടു തരുന്ന ചരിത്രത്തിലുള്ള കല്യാണമാണ്. ജിഫ്രി തങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, ഈ ബന്ധത്തില് മമ്പുറം തങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബീവി പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു എന്നാണ്. അതായത് ആദ്യത്തെ കല്യാണത്തില് മമ്പുറം തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല, ആ സ്ത്രീ വേഗം തന്നെ മരണപ്പെട്ടു. 2ാമത്തെ കല്യാണമായിട്ട് മമ്പുറം തങ്ങൾ കഴിക്കുന്നത് എൻ്റെ അമ്മായിയെ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ അമ്മായിയെയാണ് മമ്പുറം തങ്ങൾ കല്യാണം കഴിക്കുന്നത്. അതായത് മമ്പുറത്ത് നിന്ന് തന്നെയാണ് മമ്പുറം തങ്ങൾ 2ാമത്തെ കല്യാണം കഴിക്കുന്നത്. അതിലുണ്ടായ മകളാണ് നമ്മൾ പറയുന്ന പുതിയാപ്പിളക്കോയ തങ്ങൾ കല്യാണം കഴിച്ച ഷരീഫ ബീവി. അതായത് മമ്പുറം തങ്ങൾ ഇവിടെ തന്നെയാണ് 2ാമത്തെ കല്യാണം കഴിച്ചത്. അതിലുണ്ടായ മകളുടെ ഭർത്താവാണ് പുതിയാപ്പിളക്കോയ തങ്ങൾ. എന്നിട്ട് പറയുന്നു, ഇതല്ലാതെ മമ്പുറം തങ്ങൾ ഒരു കല്യാണം കൂടി കഴിച്ചിട്ടുണ്ട്. അതായത് 3ാമത്തെ കല്യാണം. ആ 3ാമത്തെ കല്യാണമാണ് കൊയിലാണ്ടിയിൽ നിന്ന് കഴിച്ച കല്യാണം. അതിലാണ് സയ്യിദ് ഫളൽ തങ്ങൾ ഉണ്ടായത്.
അപ്പം ഈ രേഖ പറയുന്നത്, ഈ രേഖയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മമ്പുറം മരിച്ച് 4 വർഷത്തിന് ശേഷമാണ് ഈ സത്യവാങ്മൂലം ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മമ്പുറം തങ്ങളെ കുടുംബവും ചരിത്രവും ഒക്കെ അറിഞ്ഞിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ആളാണ്. അപ്പം അദ്ദേഹം പറയുന്നത് മമ്പുറം തങ്ങൾ 3 കല്യാണം കഴിച്ചതും തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്നും, പൊന്മുണ്ടത്ത് നിന്ന് കല്യാണം കഴിച്ചത് ഈ രേഖയിൽ കാണുന്നില്ല. ഈ മമ്പുറം തങ്ങളെ ചരിത്രം എഴുതുന്ന ആളുകളൊക്കെ പൊന്മുണ്ടം എന്ന് ആയിഷയെ കല്യാണം കഴിച്ച് എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ രേഖകൾ എന്താണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് ഇനി പുനരന്വേഷണത്തിൽ എന്തെങ്കിലും കാണുമോ എന്നൊക്കെ ചോദിച്ചു. ഞാനിത് ഈ മമ്പുറം തങ്ങളെ ചരിത്രം എഴുതിയ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ട് വരുന്ന ഒരു ചരിത്രമാണെന്നാണ് ഞാൻ കേട്ടത്. അതിനൊരു രേഖകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മമ്പുറം തങ്ങളുടെ പോരാട്ടവും സാമൂഹികതയും ആധ്യാത്മികതയും പുനർവായിക്കുമ്പോൾ മമ്പുറം തങ്ങളുടെ കുടുംബചരിത്രം കൂടി നമ്മൾ പുനരന്വേഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ സാഹചര്യം തന്നതിൽ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.